നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളുടെ വിഷയം. ഇന്നിപ്പോൾ ദിലീപ് കേസിലേക്ക് വരുന്നു. ഇവിടെയൊക്കെ മറന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. കുറച്ച് CPM സഖാക്കന്മാർ ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ കൊള്ള എന്ന് തന്നെ ശബരിമലയിലെ ആ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയേണ്ടി വരും. അന്താരാഷ്ട്ര ബന്ധമടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇതിനൊരു കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ഇന്നേ വരെ ഇവിടുത്തെ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. വിശ്വാസങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്ന സർക്കാർ ഇത്തരത്തിൽ സ്വന്തം വിഭാഗത്തിലുള്ള സ്വന്തം സഖാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും ന്യായീകരണ ക്യാപ്സ്യൂളുമായിട്ട് മാത്രമാണ് രംഗത്തെത്തുന്നത്. നീ അവനെ അടിച്ചത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിന് ന്യായീകരണമായിട്ട് തിരിച്ച് ഇങ്ങോട്ട് അടിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു രീതി. അതായത് രണ്ടുപേർ ചെയ്തതും തെറ്റാണെങ്കിൽ പോലും അയാൾ ചെയ്തത് തെറ്റായതുകൊണ്ട് ഞാനും ചെയ്തത് തെറ്റാണ് എന്ന് ന്യായീകരിക്കുന്ന രീതിയാണ് ഇവിടുത്തെ ഇടത് സർക്കാരിനുള്ളത്. സ്വർണ്ണക്കൊള്ളയിലും അതുതന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും നടത്തിയിരിക്കുന്നത്. അതായത് അയ്യപ്പന്റെ സന്നിധിയിലെ സ്വർണം സഖാക്കന്മാർ കട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് ഇതിനു മുമ്പുള്ള സർക്കാർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വലിയൊരു കൊള്ള നടത്തിയില്ലേ എന്നുള്ള ചോദ്യം. രണ്ടും തെറ്റാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇക്കൂട്ടർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. വിശ്വാസികളും കേരളത്തിലെ ജനങ്ങളുമാണ് ഈ സർക്കാരുകളെയൊക്കെ വിശ്വസിക്കുമ്പോൾ വഞ്ചിതരാകുന്നത് എന്നും പറയേണ്ടി വരുന്നു. എന്തായാലും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ 2 ദിവസത്തേക്കുള്ള ക്യാപ്സ്യൂൾ CPMന് റെഡിയാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മറുപടികളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിശദീകരണം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള അതിന്റെ നിർണായക വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. SIT അടക്കം അതിന്റെ ശക്തമായിട്ടുള്ള അന്വേഷണത്തിൽ തുടരുമ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ സൂചനകൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല അടക്കം രംഗത്തെത്തിയതും ഏറെ ശ്രദ്ധേയമാണ്. പുരാവസ്തുക്കൾ കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ ശതകോടികൾക്ക് വിറ്റഴിച്ചു എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല നൽകിയ സൂചന. കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണവുമായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണ കേസുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള സംശയം ഊട്ടിയുറപ്പിക്കുകയാണ് അദ്ദേഹം. ഇതിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന ADGP വെങ്കടേഷിന് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയത് വാർത്തയായിരുന്നു. ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായിട്ട് ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നതാണ് അറിവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് താൻ ആവശ്യപ്പെട്ടതെന്ന് രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നു. ശബരിമല കേസിലെ ഈ കാണാപ്പുറത്തുള്ള അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്നും ഇത്തരം പൗരാണിക സാധനങ്ങൾ ദിവ്യവസ്തുക്കളൊക്കെ മോഷ്ടിച്ചു കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ എത്തിക്കുന്നവർക്കെതിരെ കുറിച്ചുള്ള അറിവുള്ള ഒരാളിൽ നിന്ന് ലഭിച്ച വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കത്ത് നൽകിയതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 500 കോടിക്ക് അടുത്തുള്ള ഒരു ഇടപാടാണ് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നതെന്നാണ് സൂചന. ഈ വിവരങ്ങളുടെ വിശ്വാസ്യത സ്വതന്ത്രമായി താൻ പരിശോധിക്കുകയും അതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നതെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. ഈ വ്യക്തി വിവരങ്ങൾ ജനമധ്യത്തിൽ വെളിപ്പെടുത്താൻ തയ്യാറല്ല, പക്ഷേ പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിച്ച് വിവരങ്ങൾ നൽകാൻ തയ്യാറാണ് എന്നും രമേശ് ചെന്നിത്തല അറിയിക്കുകയാണ്. കോടതിയിൽ മൊഴി നൽകാനും താൻ തയ്യാറാണെന്നാണ് രമേശ് ചെന്നിത്തല കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ മോഷണം ഒരു സാധാരണ മോഷണമല്ല, മറിച്ച് അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഏറ്റവും വലിയ കൊള്ളയാണ്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ ഈ കേസിലെ സഹപ്രതികൾ മാത്രമാണ്. ഇതിന്റെ മുഖ്യ സംഘാടകർ ഇപ്പോഴും അന്വേഷണത്തിന്റെ പരിധിയിൽ ആയിട്ടില്ല എന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ആഭരണ വ്യാപാരി ഗോവർദ്ധനൻ വെറും ഇടനിലക്കാരൻ മാത്രമാണെന്നും ശക്തമായ രാജ്യാന്തര ബന്ധങ്ങളും സാമ്പത്തിക സ്രോതസ്സുമുള്ളവർ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമേരിക്കയിൽ നിന്നുകൊണ്ട് പൗരാണിക വസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന സുഭാഷ് കപൂർ സംഘത്തിന്റെ രീതികളുമായി ശബരിമല സ്വർണ്ണക്കൊള്ള സംഘത്തിന്റെ രീതികൾക്ക് സാമ്യമുണ്ട് എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. സംസ്ഥാനത്തിനകത്ത് തന്നെ ചില വ്യവസായികളും ചില സംഘടിത റാക്കറ്റുകളും ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്നും
ഈ വിവരം തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് രമേശ് ചെന്നിത്തല കത്തിലൂടെ പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം വ്യാപകമായ അന്വേഷണം നടത്തിയിട്ടും ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ള സാധന സാമഗ്രികൾ ഇതുവരെ കണ്ടെത്താനായില്ല എന്നത് ഈ വിഷയത്തിലെ രാജ്യാന്തര ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഈ സ്വർണ്ണാന്വേഷണവുമായി ബന്ധപ്പെട്ട് വിശാലമായിട്ടുള്ള ഗൂഢാലോചനയും അന്താരാഷ്ട്ര മാഫിയ ബന്ധങ്ങളും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തനിക്ക് സമ്മതമാണ് എന്ന് രമേശ് ചെന്നിത്തല അറിയിക്കുന്നു. അതേസമയം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വിവാദങ്ങളും ചില സൂചനകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുമ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ചില ക്യാപ്സ്യൂളുകൾ ഇറക്കിക്കൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം രംഗത്തെത്തുന്നത്. ഇന്ന് ശബരിമലയാണ് വിഷയമെങ്കിൽ ഇതിന് മുൻപുള്ള ഭരണകാലത്ത് ഗുരുവായൂർ ക്ഷേത്രമടക്കം ഇതേ രീതിയിലുള്ള സമാന രീതിയിലുള്ള കവർച്ചകൾ നടന്നതിന്റെ പേരിൽ വിവാദമായിട്ടുണ്ടല്ലോ. അന്ന് ആ സർക്കാർ എന്ത് നടപടിയെടുത്തു എന്നുള്ള മറുപടി ചോദ്യം അല്ലെങ്കിൽ തൊടു ന്യായീകരണമാണ് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം നടത്തിയിരിക്കുന്നത്. ആ തൊടു ന്യായീകരണങ്ങൾക്ക് ജനങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളത് ഇവിടെ ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള അഞ്ജു പാർവതി പ്രവേശ് ഒരു സർക്കാരിനെ അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഈ ഒരു പ്രതികരണത്തെ വളരെ വലിയ രീതിയിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഹാസ്യരൂപേണ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അവരുടെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തേക്കുള്ള ക്യാപ്സ്യൂൾ റെഡിയാണ്. തൊണ്ട നനയാതെ അങ്ങോട്ട് വിഴുങ്ങിക്കോ. ശബരിമലയുടെ കഴുക്കോല് വരെ 916 സഖാക്കളായ ചെമ്പൻ പെപ്പനും കട്ടിള വാസുവും കട്ടുകൊണ്ട് പോയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ താത്വിക ആചാര്യന്റെ മറുപടിയാണിത്. ലീഡർ ഭരിക്കുന്ന സമയത്ത് തിരുവാഭരണം പോയിട്ടുണ്ടെങ്കിൽ കൂടി കരുണാകരൻ എന്ന പരമഭക്തനായ മനുഷ്യൻ സ്വന്തം പാർട്ടിക്കാരെ വച്ച് അത് അടിച്ചോണ്ട് പോയി എന്ന് തെളിവ് ഉള്ളവർ പറഞ്ഞിട്ടില്ല, ഇനിയൊന്ന് പറയാനും പോകുന്നില്ല. അന്നും ഇടത് പാർട്ടി രാഷ്ട്രീയ ആയുധമാക്കിയത് ഈ വിഷയമായിരുന്നു. അതിപ്പോഴും തുടരുന്നുമുണ്ട്. അന്ന് അതായത് 1985 ദേവസ്വം പ്രത്യേക വകുപ്പായിട്ടില്ല. വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന ബാലകൃഷ്ണ പിള്ളയായിരുന്നു ദേവസ്വത്തിന്റെ ചുമതല കൂടി നോക്കിയിരുന്നത്. അതായത് ഇടത്തോട്ട് ചെരിഞ്ഞു നിൽക്കുന്ന ഇപ്പോഴത്തെ ഗണേശൻ മന്ത്രിയുടെ ഡാഡി. 210 ഗ്രാം തൂക്കമുള്ള 3 ആഭരണങ്ങളാണ് അന്ന് കളവ് പോയത്. അന്ന് ഗുരുവായൂർ മേൽശാന്തി സ്ഥാനമൊഴിയുന്ന ദിവസം കൂടിയായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കക്കാട് ദാമോദരൻ നമ്പൂതിരി അന്ന് സ്ഥാനമൊഴിഞ്ഞത്. പലരെയും സംശയിച്ച കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഓദിക്കാൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തെയും കുടുംബത്തെയും അതിന്റെ പേരിൽ ആളുകൾ സംശയിച്ചു. കേസുമുണ്ടായി. ആ കുടുംബത്തിന് അതിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നുണപരിശോധനയ്ക്ക് വരെ ആ കുടുംബം വിധേയരായിട്ടുണ്ട്. മകളുടെ വിവാഹം പോലും മുടങ്ങി 1993 കേസ് അന്വേഷിച്ച കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി ആ കുടുംബം നിരപരാധികളാണ് എന്ന് വിധി പ്രഖ്യാപിച്ചു. അദ്വൈതം സിനിമയിൽ ആ കുടുംബത്തിന്റെ കഥയുമുണ്ട്. 2014 അന്ന് മോഷണം പോയ ഒരു ആഭരണം ക്ഷേത്ര കിണറ്റിൽ നിന്നും കിട്ടുന്നു. ബാക്കി ഇതുവരെയും കിട്ടിയിട്ടില്ല. ക്ഷേത്രവുമായി ബന്ധമുള്ളവർ ആരോ ഒരുപക്ഷെ മേൽശാന്തിയെ കുടുക്കാനാവാം തിരുവാഭരണം കട്ടതുപോലൊരു കളിയല്ല ശബരിമല കാട്ടുകൊള്ളം. വന്ന് അയ്യപ്പ വിഗ്രഹം അടിച്ചു കൊണ്ടുപോയോ എന്ന് പോലും കോടതിക്ക് സംശയം വന്ന ഒരു കാട്ടുകൊള്ളയെ പാർട്ടി മുമ്പന്മാർ തന്നെ കൊള്ളക്കാർ എന്ന് തെളിയിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട ഒരു കൊള്ളയെ ബാലൻസ് ചെയ്യാൻ ഈ ക്യാപ്സ്യൂൾ മതിയാവില്ല സഹാവേ എന്നാണ് അവർ കുറിക്കുന്നത്. ഗോവിന്ദൻ സഹാവിന്റെ ഈ ലോജിക്ക് എന്തെന്നാൽ അപ്പുറത്തെ വീട്ടിലെ തെങ്ങിൽ കയറി ഒരു കള്ളൻ കരിക്ക് മോഷ്ടിച്ചു, അതുകൊണ്ട് ഈ സംസ്ഥാനം മൊത്തമുള്ള തെങ്ങുകളിൽ കയറി കരിക്കും തേങ്ങയും എന്തിന് തെങ്ങിന്റെ മൂട് വരെ അടിച്ചോണ്ട് പോകൂ കള്ളന്മാരെ എന്ന് പറയുന്നത് പോലെയാണ്. ഈ ക്യാപ്സ്യൂൾ അജീർണം പിടിച്ച കമ്മി വയറ്റിന് മാത്രം ദഹിക്കുന്നതായിരിക്കും എന്നാണ് അഞ്ജു പാർവതി പ്രവേശ് കുറിച്ചിരിക്കുന്നത്.